ശിവശങ്കറിനെ ബലിയാടാക്കിയ വിജയൻ എം.ആർ. അജിത് കുമാറിനെ കുരുതി കൊടുക്കുമോ? സർദാർജി കഥകളിൽ കേൾക്കുന്നത് പോലെ തലമുഖമെന്ന് കേൾക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന ആളിനെ എടുത്ത് പുറത്തെറിയുന്ന പിണറായി വിജയനെ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോയുടെ മറവിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ 15 കോടി വില വരുന്ന 30 കിലോഗ്രാം സ്വർണം കടത്തിയെന്ന കേസിൽ അന്വേഷണം തന്റെ കുടുംബത്തിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ തന്റെ വളർത്തുനായയായ ശിവശങ്കറിനെ എടുത്ത് പട്ടിപിടുത്തക്കാർക്ക് വിജയൻ ഇട്ടുകൊടുത്തത്. കുരുക്കിട്ട് കൊടുത്തെങ്കിലും കുത്തിവെച്ച് കൊല്ലരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണത്രേ കരുതൽ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. സ്നേഹമുള്ള നാടൻ കൺഫേർഡ് ഇനത്തിലുള്ളതായതിനാലും കൂടെ നിന്നാൽ നക്കാൻ ഇനിയും കിട്ടും എന്ന പ്രതീക്ഷയുള്ളതിനാലും ശങ്കരൻ ചാടിയാൽ ചട്ടിയോളമെന്ന് അറിയാവുന്നതിനാലുമാവണം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എങ്കിലും അധികം താമസിക്കാതെ ജനശ്രദ്ധ മാറിയപ്പോൾ പുറത്തിറക്കിയത്. ഇപ്പോൾ VRS എടുത്ത് പിണറായിയുടെ കുടുംബ കച്ചവടത്തിന്റെ ഓവർസീസ് മേൽനോട്ടം നടത്തി ഇരിപ്പാണെന്നാണ് ഏറ്റവും പുതിയ വിവരം. കരുതൽ മനസ്സിനായതുകൊണ്ടാണത്രേ VRS എടുത്തിട്ടും 2.5 ലക്ഷം രൂപ സർക്കാർ ഫണ്ടിൽ നിന്നും ശങ്കരന്റെ ചികിത്സയ്ക്കായി കൊടുത്തത്. പറ, പിണറായി കരുണയുള്ളവനല്ലേ? കള്ളക്കമ്മട്ടത്തിന്റെ കാര്യക്കാരനായ ശിവശങ്കറിന് 2 കൊല്ലം കൂടി ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടെന്നാണ് അറിവ്. പല വമ്പന്മാരുടെയും വലിയ വലിയ സ്വപ്നങ്ങൾ തകർത്ത പദ്ധതിയായിരുന്നു ഡിപ്ലോമാറ്റിക് ബാഗേജിലെ സ്വർണ്ണക്കെടുത്ത് പിടിക്കപ്പെട്ട സംഭവം. ഭംഗുരം തുടർന്നുകൊണ്ടിരുന്ന ആ തീവട്ടിക്കൊള്ള പുറത്തു വന്നത് ഇവരുടെ വിശ്വസ്തൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഒറ്റുകൊണ്ടായിരുന്നു. ഈ കൊള്ളമുതലിന്റെ ഉപഭോക്താക്കളായ ജിഹാദി മുതലാളിമാരും മുഖ്യ മന്ത്രി അടക്കമുള്ള മന്ത്രിമാരും പ്രമുഖരും ഒന്നും നിയമപരമായി പിടിക്കപ്പെട്ടില്ല എങ്കിലും ഇതിൽ നിന്ന് മുഖം രക്ഷിക്കുവാൻ പല പല കൊലപാതകങ്ങളും സംസ്ഥാനത്ത് നടത്തേണ്ടി വന്നു. പലരും ജീവശവങ്ങളായി. കോടികൾ ഇതിനായി എറിയേണ്ടി വന്നു. അതൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരും അധികം താമസിക്കാതെ. ഈ സ്വർണ്ണക്കടത്തിന്റെ തുടർനാടകങ്ങളാണ്, പകപോക്കലാണിപ്പോൾ മൂരി വിപ്ലവത്തിലൂടെ തുടരുന്നത്. ഇത് കത്തിച്ചു നിർത്തുന്നതാവട്ടെ ജിഹാദി ഫണ്ടിങ്ങോടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും PR കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന മാധ്യമങ്ങളും ചേർന്നാണ്. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാപ്രലഹള. നിലമ്പൂർ മൂരി ഈ വിഷയം കത്തിച്ചു നിർത്തുവാൻ കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ നാട്ടുകാർക്ക് പരാതി പറയുവാൻ സ്വന്തമായി ഒരു നമ്പറുമൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൽ അവരുടെ തന്നെ മയക്കുമരുന്ന് കച്ചവടത്തിലെ കണ്ണികളായ നേരത്തെ പോലീസ് ഇടികൊടുത്ത് നടുവ് കലക്കിയ ആളുകളെയൊക്കെ ഇപ്പോൾ ഇരകളായി ചിത്രീകരിച്ച് രംഗത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് വേണ്ടി മാമാപ്പണി ചെയ്തിരുന്ന ഒരു മാമിയെ തട്ടിക്കളഞ്ഞതാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വെളിയിൽ വരുന്നത് ഈ കൊള്ളസംഘത്തിന്റെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണ് എന്നറിയുക. അതുപോലെ സ്വപ്ന സുരേഷും പുതിയ പല വെളിപ്പെടുത്തലുകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. വന്ന് കടത്തണയിലേക്ക് വരെ ഇറങ്ങുന്ന ലെവലായി അവർക്കിപ്പോൾ ഒരു ഇരയുടെ വിക്ടിമിന്റെ പരിവേഷമാണ് ചാർത്തി കൊടുത്തിരിക്കുന്നത്. അവർ ഈ അവസരത്തിൽ പോലും കാട്ടുകള്ളൻ വിജയനെയോ അദ്ദേഹത്തിന്റെ മുഖ്യ പിടിച്ചുവെപ്പുകാരനായിരുന്ന ശിവശങ്കരനെയോ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല എന്ന് നാം കാണണം. അവരിൽ നിന്നും കാര്യമായി എന്തോ പ്രതീക്ഷിച്ചാണ്, പലതും മറച്ചുവെച്ചാണ് അവർ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിവശങ്കരൻ സാർ, ഇവർ തുടക്കം മുതൽ അവരുടെ മാംസളമായ ശരീരവും കൂർമ്മബുദ്ധിയും അസാമാന്യ കോൺഫിഡൻസും ഉപയോഗിച്ച് അവർക്ക് പ്രാപ്യമല്ല എന്നറിഞ്ഞിട്ടും പലയിടത്തും കയറിക്കൂടി പലതും കൈപ്പറ്റിയ സ്ത്രീയാണ് അല്ലേ? സ്വന്തം നേട്ടത്തിനു വേണ്ടി സ്വർണ്ണക്കടത്തിന് വരെ കൂട്ടുനിന്നു. നിയമപരമായി വിവാഹം കഴിച്ച 2 ഭർത്താക്കന്മാരും മക്കളുമൊക്കെ ഉണ്ടെന്നിരിക്കെ ശിവശങ്കറിന് കള്ളുമൊഴിച്ചു കൊടുത്ത് പായും വിരിച്ചു കൊടുത്തിട്ടിപ്പോൾ കൈവിട്ടേ, എനിക്കൊന്നും കിട്ടിയില്ലേ, എന്നെ പറ്റിച്ചേ എന്ന് വിലപിക്കുന്ന ഇവർക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? അന്നും എന്നും ഇവരെ എല്ലാവരും മുതലാക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് സ്വപ്നയ്ക്കും നന്നായി അറിയാം. അവരിതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാം, ഈ പണിക്കെല്ലാം നിന്നും കിടന്നും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ അവർക്കും ജീവിക്കണ്ടേ എന്ന് പലരും ചോദിച്ചേക്കാം. ഈ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം ഇതുപോലെ നടന്നാണോ അവരുടെ മക്കളെ വളർത്തുന്നത്? എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ വേഷവും കെട്ടി മേക്കപ്പും ഇട്ട് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് കേൾക്കണം. നളിനി ജിമ്മിലയെ വിളിച്ച് ആരും എന്തുകൊണ്ട് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്നില്ല? പ്രായമായി, റീച്ച് കിട്ടില്ല. അവരുടെ രൂപത്തിലും സംസാരത്തിലുമാണ് അവർ എന്നും എല്ലാവരെയും ആകർഷിച്ചിരുന്നത്, വീഴ്ത്തിയിരുന്നത്. ആകർഷകമായി, മാദകമായി നേർത്ത വസ്ത്രം ധരിച്ച് ഒന്നുമറിയാത്ത നിഷ്കളങ്കയായ ഞാൻ എങ്ങനെ 2 പ്രസവിച്ചു എന്ന് പോലും എനിക്കറിയില്ല എന്ന് നിഷ്കളങ്കമായി വരെ പറഞ്ഞു കളയും. കാണുന്നവർ പറയും, അച്ചോടാ എന്ത് തങ്കം പോലത്തെ പെൺകുട്ടിയെന്ന്. വലിപ്പിക്കാവുന്നവന്മാരെ എല്ലാം വലിപ്പിച്ച് ഉണ്ടാക്കാവുന്നത്രയും ഉണ്ടാക്കി ഇപ്പോൾ മറ്റൊരു റാക്കറ്റിന്റെ സംരക്ഷണത്തിൽ ബംഗളൂരുവിലാണ് തട്ടകം. എങ്ങനെ അടുത്ത കച്ചവടം അടിക്കാം എന്നോർത്ത് ഇപ്പോൾ വീണ്ടും ഇറങ്ങി കടത്തിണ്ണ വരെ എത്തി.
അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ എന്തുകൊണ്ട് ഇവർ നിർണായകമായ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല, തെളിവുകൾ കൊടുക്കുന്നില്ല? പിണറായി വിജയൻ അയച്ച ബാഗിൽ കറൻസി ആയിരുന്നു എന്ന് തോന്നുന്നു എന്നിവർ പറഞ്ഞു. അതുപോലെ ബിരിയാണി ചെമ്പിൽ കനമുള്ള ലോഹങ്ങൾ എന്ന് പറഞ്ഞു. അത് സ്വർണ്ണമാകണമെന്നുണ്ടോ? ഇവന്മാരെ കൊടുക്കുവാനുള്ള എല്ലാം ഇവരുടെ കയ്യിലുണ്ട് എന്നുറപ്പാണ്. പക്ഷേ പറയില്ല. ഇതെല്ലാം ഉരുട്ടൽ മാത്രം. പിന്നൊരു കാര്യം, ഇവർ ഒറ്റയ്ക്കല്ലേ? ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർ ഒറ്റയ്ക്ക് നിന്നാൽ ഇവർ ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു. ഇവർ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ മറ്റൊരു റാക്കറ്റിന്റെ കയ്യിലാണ്. അവർ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് പണം പിടുങ്ങുവാനുള്ള അടുത്ത പണി തുടങ്ങിക്കഴിഞ്ഞു. കടുവയെ പിടിക്കുന്ന കിടുവയുടെ കളിയാണിത്. സ്വപ്ന വെറും നത്തോലിയല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ചരിത്രം നാം അറിയണം. വെറും ബിരുദം മാത്രമുണ്ടായിരുന്ന സ്വപ്ന കുറഞ്ഞ നാളുകൾ കൊണ്ട് നേടിയത് അത്ഭുതകരമായ വളർച്ചയായിരുന്നു. UAE കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോയുടെ മറവിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ 15 കോടി വില വരുന്ന 30 കിലോ സ്വർണം കടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് സ്വപ്ന സുരേഷ് എന്ന പേര് കേരളമാകെ ശ്രദ്ധയാകർഷിക്കുന്നത്. സ്വപ്ന സുരേഷ് ജനിച്ചത് അബുദാബിയിലാണ്. പഠിച്ചതും വളർന്നതുമെല്ലാം അവിടെ തന്നെ. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ പിതാവ് അബുദാബിയിൽ ബാർ നടത്തിപ്പുകാരനായിരുന്നു. 18-ാം വയസ്സിൽ തിരുവനന്തപുരം കണ്ണേറ്റുമുക്ക് സ്വദേശിയുമായി ആദ്യ വിവാഹം നടത്തി. കച്ചവടമെല്ലാം പൊട്ടി സാമ്പത്തിക ബാധ്യതയായി തിരികെ തിരുവനന്തപുരത്തെത്തി വൈകാതെ വിവാഹമോചിതയുമായി. ഒരു പള്ളിയിലച്ചനടക്കം പലരും തന്നെ ദുരുപയോഗം ചെയ്തു എന്ന് സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 35-കാരിയും സുന്ദരിയുമായ സ്വപ്ന തലസ്ഥാനത്തെ വൻകിട വ്യവസായികളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. ഇവരുടെ സഹായത്തോടെ വീണ്ടും ഗൾഫിലേക്ക് പറന്ന സ്വപ്ന പിന്നീട് മടങ്ങിയെത്തി. ആദ്യം സ്വർണ്ണക്കടത്തിലൂടെ മുതലാളിയായി മാറിയ ആളുടെ ഉടമസ്ഥതയിലുള്ള എയർ ട്രാവൽസിൽ തിരുവനന്തപുരത്ത് ജീവനക്കാരിയായി. 2 വർഷം ഇവിടെ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തു. സ്വപ്നയെ മുന്നിൽ നിർത്തി മുതലാളി പല നേട്ടങ്ങളും ഉണ്ടാക്കി. സ്വപ്നയും ആ സൗഹൃദങ്ങൾ മുതലാക്കി. ഇതിനിടയ്ക്ക് രണ്ടാമതും വിവാഹം കഴിച്ചു. അതിപ്പോൾ വീണ്ടും ഇതാ ഡിവോഴ്സായി. തലസ്ഥാനത്തെ ചില ജിഹാദി മുതലാളിമാരുടെ സഹായത്താൽ അവരുടെ സൗകര്യാർത്ഥം അവരുടെ കൺസൈൻമെന്റുകൾ സുരക്ഷിതമായി ഹാൻഡിൽ ചെയ്യുന്നതിനായി 2013 എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ എയർ ഇന്ത്യ സാക്സിൽ ജോലിയിൽ കയറ്റി. സ്വപ്നയെ അവിടെ നിന്നാണ് UAE കോൺസുലേറ്റിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിച്ചത്. ജിഹാദികളായ ബിസിനസ് പ്രമുഖർക്ക് നയതന്ത്ര ചാനൽ വഴി സുരക്ഷിതമായി കേരളത്തിലേക്ക് സ്വർണം കടത്തുവാൻ മാത്രമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു കോൺസുലേറ്റ് ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ എംബസി, മുംബൈയിലെ കോൺസുലേറ്റ് എന്നിവയ്ക്ക് ശേഷം വീണ്ടും UAEയുടെ ഇന്ത്യയിലെ 3ാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും സ്വതന്ത്ര ഓഫീസായിരുന്നു ഇത്. തിരുവനന്തപുരം മണക്കാട് ഒരു കെട്ടിടത്തിൽ UAE കോൺസുലേറ്റ് 2016 ഒക്ടോബർ 20-നാണ് ആരംഭിച്ചത്. അങ്ങനെ സ്വർണ്ണക്കടത്ത് നിർബാധം തുടർന്നു. പല വിധത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ. അങ്ങനെ സ്വപ്ന സ്വർണ്ണക്കടത്തുകാരനായ ജിഹാദികളുടെ കണ്ണിലുണ്ണിയായി വാണു. അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി അടക്കം വിവിധ ഭാഷകൾ അനായാസം സംസാരിക്കാനും സ്വപ്നയ്ക്ക് കഴിവുണ്ടായിരുന്നു. മാദകരൂപവും വിവിധ ഭാഷകളിലെ പ്രാവീണ്യവും ആകർഷണീയമായ പെരുമാറ്റവും വഴി ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും അതിവേഗം സ്വാധീനമുണ്ടാക്കുവാൻ സ്വപ്നയ്ക്കായി. താനൊരു സംഭവമാണെന്ന് സ്വപ്നയ്ക്കും തോന്നിത്തുടങ്ങി. അങ്ങനെ ചതുവിൽ വഞ്ചന കാണിച്ചു തുടങ്ങി. ഒടുക്കം UAE കോൺസുലേറ്റിൽ നടത്തിയ ക്രമക്കേടുകളെ തുടർന്ന് ഇവരെ പുറത്താക്കുകയായിരുന്നു. എയർ ഇന്ത്യ സാക്സിൽ സ്വപ്നയ്ക്കെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. കോൺസുലേറ്റിൽ ഇരുന്ന് സ്വപ്ന പുറത്തേക്കും ബന്ധങ്ങൾ വളർത്തിയിരുന്നതിനാൽ കോൺസുലേറ്റിലെ ജോലി ഇല്ലാതായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന IT വകുപ്പിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്വപ്നയ്ക്ക് വേണ്ടി തന്നെ ഒരു മാനേജർ പദവി ഉണ്ടാക്കി. എന്നു മാത്രമല്ല, നിയമനവും പെട്ടെന്ന് തന്നെ നടന്നു. മാത്രമല്ല, സ്പേസ് പാർക്കിൽ പ്രോജക്ട് കൺസൾട്ടന്റ് എന്ന നിയമനവും നേടി. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലെ പ്രതിയെന്ന വിവരം മറച്ചുവെച്ചായിരുന്നു IT വകുപ്പിൽ സ്വപ്ന ഈ ജോലി നേടിയത്. UAE കോൺസുലേറ്റ് മുൻ PRO സരിത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സുഹൃത്തു കൂടിയായ സ്വപ്നയുടെ സ്വർണ്ണക്കടത്തിലുള്ള പങ്കിനെക്കുറിച്ച് വിവരം പുറത്തുവരുന്നത്. എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തിലെ ഓഫീസർ SL സിബുവിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ ഗൂഢാലോചന കേസിലും സ്വപ്ന പ്രതിയാണ്. സിബുവിനെതിരെ കള്ളപ്പരാതി തയ്യാറാക്കിയതും എയർ ഇന്ത്യ അന്വേഷണ സമിതിക്ക് മുന്നിൽ വ്യാജപ്പേരിൽ ഒരു പെൺകുട്ടിയെ ഹാജരാക്കിയതും സ്വപ്നയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. IT വകുപ്പിൽ ജോലി ചെയ്യുമ്പോഴും കോൺസുലേറ്റിലെ ചില ഉന്നതരുമായുള്ള ബന്ധം സ്വപ്ന നിലനിർത്തി. തലസ്ഥാനത്തെ കണ്ണായ സ്ഥലത്ത് വലിയൊരു കെട്ടിട നിർമ്മാണത്തിനും സ്വപ്ന തുടക്കം കുറിച്ചതായി കസ്റ്റംസിന് വിവരം കിട്ടിയിരുന്നു. 2019 നവംബറിൽ കോൺസുലേറ്റിലെ ജോലി സ്വപ്ന മതിയാക്കിയെങ്കിലും ആ ബന്ധം ശക്തമായി തുടർന്നിരുന്നു എന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. 2019 ഡിസംബർ 3-ന് കോൺസുലേറ്റിൽ നടന്ന UAEയുടെ 48ാമത് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു സ്വപ്ന സുരേഷ്. ഇതിന് തെളിവായി കോൺസുലേറ്റിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ചിത്രങ്ങൾ തെളിവായി ഉണ്ട്. അതുപോലെ കോൺസുലേറ്റിൽ ജോലി ചെയ്തപ്പോഴാണ് തലസ്ഥാനത്തെ ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. നക്ഷത്ര ഹോട്ടലുകളിലെ പാർട്ടികളിൽ സ്ഥിര സാന്നിധ്യവുമായിരുന്നു സ്വപ്ന.
സർക്കാർ ഉദ്യോഗസ്ഥയും കോൺസുലേറ്റ് മുൻ ജീവനക്കാരിയും എന്ന ഇരട്ട സ്വാധീനത്തിലായിരുന്നു സ്വപ്നയുടെ ഈ പണികളെല്ലാം നടത്തിയത്. തനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും സ്വപ്ന വെല്ലുവിളിച്ചതിൽ തന്നെ എല്ലാമുണ്ട്. എന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് സ്വപ്ന അത്ര നിഷ്കളങ്ക അല്ല എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. അവർ ഓരോ അവസരങ്ങളിലും വന്ന് എങ്ങും തൊടാതെ ഓരോന്ന് പറയുന്നത് ഇപ്പോഴും എന്തെങ്കിലും കാര്യമായി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് മാത്രമാണ്. സ്വപ്നയുടെ ശരീരവും ഇന്റർപേഴ്സണൽ സ്കില്ലും ഉപയോഗിച്ചവർ അതിന് നന്നായി എന്ന് പ്രതിഫലം നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുമെന്ന് സ്വപ്നത്തിൽ പോലും സ്വപ്ന കരുതാത്ത സ്വപ്നയുടെ കയ്യിൽ അറിയാവുന്ന കാര്യങ്ങൾക്കൊന്നും കൊടുക്കുവാൻ തെളിവുകളൊന്നും ഇല്ല. ഉള്ളത് കൊടുത്താൽ അവർ തന്നെ അകത്താകും എന്നതാണ് അവസ്ഥ. കാരണം സ്വപ്നയും ഈ തട്ടിപ്പുകളുടെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ഒരു ഇരയുടെ പരിവേഷം കെട്ടുവാൻ അവർ നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെ പരാതിയുമായി വരുന്നത് ആരുടെ സപ്പോർട്ട് കൂടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഞങ്ങളുടെ ചോദ്യം ഇത്രയുമേ ഉള്ളൂ. അജിത് കുമാർ ആണെങ്കിലും ശശിയാണെങ്കിലും ഇതെല്ലാം ചെയ്തത് ആർക്കു വേണ്ടിയാണ് എന്നതാണ്. സ്വർണം കടത്തിയവനാണോ, സ്വർണ്ണക്കടത്തിന് സംരക്ഷണം കൊടുത്തവനാണോ മുഖ്യപ്രതി? ഇവർ എപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അഭിസംബോധന ചെയ്യുന്ന മുഖ്യപ്രതിക്കെതിരെ എന്തുകൊണ്ട് തെളിവുകൾ ഹാജരാക്കുന്നില്ല? അൻവർ എന്തുകൊണ്ട് മുഖ്യന്റെ രാജി ആവശ്യപ്പെടുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.